നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL വല്ലാത്തൊരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. 10 റൗണ്ട് കഴിഞ്ഞു. 2 ടീമുകൾ, അതായത് DC-യും അതുപോലെ SRH മാത്രമാണ് 11 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും 10 കളികളാണ്. ഇപ്പോൾ നോക്കുക, 7 ടീമുകളെങ്കിലും പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സായിട്ട് നിൽപ്പുണ്ട്. PBKസിൻ്റെ തുടരും തോൽവികൾ, RCBക്കേറ്റ തോൽവി, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ടോപ്പ് 2 ആരാന്ന് പോലും ഇപ്പോൾ ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അവരൊക്കെ ഒരു പക്ഷെ കയറിപ്പോയേക്കും, പക്ഷെ ടോപ്പ് 2 ആര് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് IPLൻ്റെ പോയിൻ്റ് പട്ടിക ഈ റീസെൻ്റ് ഡേയ്സിലെ ഗെയിമുകളിലൂടെ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ, ഇനിയുള്ള 4 റൗണ്ട് മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഫോട്ടോ ഫിനിഷിലേക്കാണ് IPL കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലേ ഓഫ് സെനാരിയോ കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം. കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് അവരുടെ നെറ്റ് റൺ റേറ്റ് ഇത്ര, അവരുടെ നെറ്റ് റൺ റേറ്റ് അത്ര കുറഞ്ഞ റണ്ണിന് അവർ ഓൾ ഔട്ട് ആക്കിയിട്ട് ഇത്ര ഓവറിൽ ചേസ് ചെയ്തിട്ട് ആ പരിപാടിയില്ലേ നമ്മുടെ കാൽക്കുലേറ്ററും പിടിച്ചിരിപ്പോൾ അതിലേക്കാണ് നീ കടക്കാൻ പോകുന്നത്. ആ രൂപത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും 10 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴുള്ള നമ്മുടെ IPL പവർ റാങ്കിങ്ങിൻ്റെ 11ാമത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മൾ ഈ പവർ റാങ്കിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അഭിമാന പുരസരമാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ പിന്തുണ കൊണ്ട് ഇതിങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ പവർ റാങ്കിങ് എന്ന് പറയുന്ന പോയിൻ്റ് പട്ടിക അല്ലെങ്കിലും കളിയെ മുറുകി അവസാന ഘട്ടത്തിലേക്കൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് പോയിൻ്റ് പട്ടികയുടെ അതുപോലെയൊക്കെ പോകാം. അതിൻ്റെ കാരണം എന്താ, ടീമുകളുടെ പെർഫോമൻസൊക്കെ ഏതാണ്ട് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ എങ്ങനെയൊക്കെയാണ്, എതിരാളികൾ ആരാണ്, താരങ്ങളുടെ അവൈലബിലിറ്റി എങ്ങനെയാണ്, റീസെൻ്റ് ഗെയിംസിലെ പെർഫോമൻസ് എന്താണ്, ഇതൊക്കെ സമഗ്രമായി അപഗ്രഥിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പവർ റാങ്കിങ്. എങ്കിലും പോയിൻ്റ് പട്ടികയോട് കുറേയൊക്കെ സാമ്യമുണ്ട്. ഇത്തവണത്തെ പവർ റാങ്കിങ്ങിൽ ഒരു ബോട്ടം ഹാഫിലെങ്കിലും ഓൾമോസ്റ്റ് പോയിൻ്റ് പട്ടികയാണ്. പക്ഷേ ടോപ്പ് ഹാഫിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ട്. പോയിൻ്റ് പട്ടികയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഇത്തവണത്തെ നമ്മുടെ പവർ റാങ്കിങ്ങിലുണ്ട് എന്ന് ആമുഖമായി പറയട്ടെ. പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോയിൻ്റ് പട്ടിക ഒന്ന് വളരെ പെട്ടെന്ന് ഓടിച്ചു നോക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് 11 കളി 14 പോയിൻറ്റുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽപ്പാണ്. PBKസിന് എന്തോ തുടരൻ പരാജയങ്ങളാണ്. 3 കളികൾ തുടരെ പൊട്ടിക്കഴിഞ്ഞു. 10 കളി 13 പോയിൻ്റ്, 7 കളി 13 പോയിൻ്റ് ആയിട്ട് നിന്ന ടീമാണ്. 10 കളി 13 പോയിൻ്റ് 2ാമത്. RCB, RR, GT ടീമുകൾക്ക് 12 വീതമാണ് പോയിൻറ്റുകൾ 10 കളികളിൽ നിന്ന്. നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ RCB 3ാമതും RR 4ാമതും GT 5ാമതും നിൽക്കുന്നു. CSK മിന്നും ഫോമിലുള്ള സഞ്ജു സാംസൺ, അദ്ദേഹം ഓൾറെഡി 400 റൺസ് ഈ IPLൽ നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മികവെല്ലാം കൂടി ചേരുമ്പോൾ 6ാം സ്ഥാനത്തുണ്ട്. 10 കളി 10 പോയിൻ്റ്. ഇന്നലെ KKR വീണ്ടും ജയിച്ചു. തുടരൻ വിജയങ്ങളാണ്. ഒരു വിസ്മയമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം തുടരെ പരാജയപ്പെട്ടുകൊണ്ട് അടിവാരത്ത് നിൽക്കുന്ന ടീമെന്ന് കളിയാക്കി പറഞ്ഞ ടീം ഇതാ അവിടെ നിന്ന് കുതിച്ചുയർന്നിരിക്കുന്നു. പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സായിട്ട് അവരുമുണ്ട്. 10 കളി 9 പോയിൻ്റ്. 7ാമത്. 8ാമതുള്ള DC 11 കളി 8 പോയിൻ്റ്. ഇനിയിപ്പോൾ പ്ലേ ഓഫ് സാധ്യത അങ്ങനെ ഇല്ല, കണ്ടൻറ്റർ എന്ന് പറയാൻ പറ്റൂല. MI 10 കളി 6 പോയിൻ്റ്. പരിതാപകരമാണ്. എന്തൊക്കെയോ മാറ്റങ്ങൾ അവരുടെ ടീമിന് വരുത്തേണ്ടതുണ്ട് എന്ന ഫീലിംഗ് ആണുള്ളത്. 10ാമത് LSG 10 കളി 6 പോയിൻ്റ്. എന്തൊക്കെ ചെയ്തിട്ടും പൊട്ടുകയാണ്. പക്ഷേ ഏതായാലും ഇതാണ് പോയിൻ്റ് പട്ടിക. പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത് ആര്? നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ. ഒന്നാമത് ആരായിരിക്കും? കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഒന്നാമത് ആരായിരുന്നു നോക്കിയാൽ മതി. അവിടെ നിന്ന് എന്ത് മാറ്റം ഉണ്ടായി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോകാൻ നല്ലത്. 10ാമത് LSG തന്നെ. അതിലെന്താ സംശയം? ഏറ്റവും ഒടുവിൽ MIയോട് പോലും അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. MIയോട് പോലും എന്താ MI അത്ര ചെറുതാക്കുന്നതെന്ന് ചോദിക്കണ്ട. സമീപകാലത്തെ ഫോം അങ്ങനെ ആയതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തുടരൻ പരാജയങ്ങളാണ്. MIയോട് തോറ്റു, അതിനു മുമ്പ് KKRനോട് തോറ്റു, അതിനു മുമ്പ് RRനോട് തോറ്റു, അതിനു മുമ്പ് PBKസിനോട് തോറ്റു, അതിനു മുമ്പ് RCBയോട് തോറ്റു, അതിനു മുമ്പ് GTയോട് തോറ്റു. ഏറ്റവും ഒടുവിൽ അവർ ജയിച്ചത് ഏപ്രിൽ 9. അതിനുശേഷമുള്ള കളികൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിയ LSGക്ക് നമ്മൾ
10ാം സ്ഥാനമല്ലാതെ എന്ത് കൊടുക്കാനാണ്. 9ാമത് എം ഐ ഒടുവിലൊരു കളി ജയിച്ചു. ശരി, ആ ജയം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? മാത്തമാറ്റിക്കലി സാധ്യതയുണ്ടെന്നും പറഞ്ഞ് നിൽക്കാന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മികച്ച ബാറ്റിംഗ് പ്രകടനം രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് LSGക്കെതിരെ വന്നു. റിക് കിൽട്ടണും കിടിലൻ കളി കളിച്ചു. പക്ഷെ അപ്പോഴും സൂര്യ, തിലക് വർമ്മ ഇങ്ങനെയൊക്കെയുള്ളവരുടെ മോശം ഫോം അതേപോലെ തന്നെ തുടരുകയാണ്. വലിയ പ്രതീക്ഷ ഇനിയിപ്പോൾ വെക്കാനില്ല എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. അപ്പോൾ 9ാം സ്ഥാനത്ത് MI വരുമ്പോൾ 8ാം സ്ഥാനത്താണ് ഡി സിയുടെ കാര്യവും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അവർക്ക് ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ പ്ലേ ഓഫ് കണ്ടൻഡറായിട്ട് നിൽക്കാൻ പറ്റിയേനെ. പക്ഷേ ഇന്നലെയൊക്കെ അവർ എന്ത് തോൽവിയാണോ തോറ്റത്. ഫിന്നലൻ കയറി അങ്ങ് നിരങ്ങി അടിച്ചങ്ങ് ഒരു മൂലക്കിട്ടു. 8 വിക്കറ്റിൻ്റെ തോൽവിയൊക്കെയാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുക. അതിന് മുമ്പത്തെ കളിയിൽ CSKയോട് അവർ 8 വിക്കറ്റിന് തോറ്റു. സോ തുടരെ വമ്പൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് ഡി സിയുടെ സാധ്യത മങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DC അറ്റ് നമ്പർ 8. നമ്പർ 7 KKR. പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് KKR ഒരു ഘട്ടത്തിലൊന്നും ആവില്ല എന്ന് കരുതി നിന്നിടത്ത് നിന്ന് അതിശക്തമായിട്ട് കുതിച്ചുയർന്നിട്ടുണ്ട് എന്നുള്ളതിന് തീർച്ചയായിട്ടും നമ്മൾ കൈയടിച്ചേ പറ്റൂ. ഏറ്റവും ഒടുവിലത്തെ അവരുടെ മത്സരം നോക്കുക. DCക്കെതിരെ 8 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ തീർച്ചയായിട്ടും അവിടെ ഫിന്നലൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് മാറിയത്. അതോടൊപ്പം തന്നെ അവരുടെ ബൗളേഴ്സും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. ത്യാഗി ആവട്ടെ, അതുപോലെ സുനിൽ നാരായൺ ആവട്ടെ, വരുൺ ചക്രവർത്തി അദ്ദേഹത്തിന് ടച്ച് തിരികെ പിടിച്ചു. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് തുടരെ ഉണ്ടാക്കുന്നുണ്ട്. സാധ്യത ഇപ്പോഴും ഈ ഒരു പവർ റാങ്കിങ്ങിൽ മുന്നോട്ട് കയറുന്നത് മാത്രമല്ല, പ്ലേ ഓഫിലേക്കുള്ള സാധ്യത ഇപ്പോഴും അവർ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. ശരി, 6ാമത് CSK. എന്താ സംശയം? CSK ഇതൊക്കെ പോയിൻ്റ് പട്ടിക അതുപോലെയാണ് ഈ ഭാഗം മുഴുവനും. 6ാമത് CSK. ചേട്ടൻ്റെ ഫോമാണ് കഴിഞ്ഞ കളിയിൽ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അവരുടെ ബൗളർമാരുടെ പ്രകടനം എടുത്തു പറയണം. ബൗളർമാർ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ DCയെ അവർ ഓൾ ഔട്ടാക്കിയത് 155 റൺസിനാണ്. അതിന് മുമ്പത്തെ കളിയിൽ MIക്ക് ഓൾ ഔട്ടാക്കിയെന്നല്ല, അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് 155-7 എന്ന രൂപത്തിൽ അവസാനിപ്പിച്ചത്. അതിന് മുമ്പത്തെ കളിയിൽ MIയെ 159-7. അതിന് മുമ്പത്തെ കളിയിൽ ശരിയാണ് GTയോട് പരാജയപ്പെട്ടു. അതിന് മുമ്പത്തെ കളിയിൽ വീണ്ടും MIയെ 104-ന് ഓൾ ഔട്ടാക്കുന്നു. സോ തീർച്ചയായിട്ടും ബൗളിംഗ് ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞിടത്ത് നിന്ന് ബൗളർമാർ വളരെ മികച്ച രൂപത്തിൽ പന്തെറിയുന്ന രൂപത്തിലേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് കൈയടിച്ചേ പറ്റൂ. നൂർ അഹമ്മദും ജെയ്മി ഒവേർട്ടനും കൂടാതെ അൻഷുൽ കംബോജ് ഈ സീസണിൽ CSKയുടെ ബൗളിങ്ങിൻ്റെ പതാകവാഹകൻ എന്ന് വിളിക്കാവുന്ന രൂപത്തിലേക്ക് അവൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ബൗളിംഗ് ഓൾമോസ്റ്റ് അവർ റെഡിയാക്കി എടുക്കുന്നു. എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തൊരുമിച്ചുള്ളൊരു എഫേർട്ടാണ് അവിടെ ബൗളിംഗ് മെച്ചപ്പെടാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത്. ബാറ്റിങ്ങിൽ പ്രധാനമായിട്ട് ഇപ്പോഴും ചേട്ടനെ തന്നെ ആശ്രയിച്ച് പോകുന്ന അവസ്ഥയാണ്. പക്ഷേ അതിന് മുമ്പത്തെ 2 കളികളിൽ ഋതുവും ഫോമിലേക്ക് എത്തിയിരുന്നു. ചേട്ടനും ഋതുവും കൂടി ഒരുമിച്ച് ഫോമിലായാലോ, വാവ്. അപ്പോൾ ഏതായാലും സാധ്യതകൾ അവരവിടെ തുടർന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6ാം സ്ഥാനത്താണ് CSK ഉള്ളത്. 5ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. പോയിൻ്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് ഉള്ളത് 4ാമതാണ്. 10 കളി 12 പോയിൻ്റ്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അവർ DCയോട് നല്ല പൊട്ടലാണ് പൊട്ടിയത്. അതിന് മുമ്പത്തെ കളിയിൽ അവർ PBKസിനോട് ജയിച്ചു. പക്ഷേ അതിന് മുമ്പ് വീണ്ടും SRHനോട് പരാജയപ്പെട്ടിരുന്നു. ഒരു ഇൻകൺസിസ്റ്റൻസി അവർക്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കളിയിൽ DC മികച്ച വിജയം നേടുന്നു. പക്ഷേ അത് പറയുമ്പോഴിപ്പോൾ അവർക്കൊരു ഏതാണ്ട് ഒരാഴ്ചത്തെ ഒരു വിശ്രമം കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഫ്രഷായിട്ട് താരങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കളിയിലൊക്കെ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വൈഭവ് സൂര്യവംശി അടിച്ചാൽ അത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നു. അല്ലാത്തവരടിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ റിയാൻ പരാഗ് 90 റൺസ് അടിച്ചു. മോശമല്ലാത്ത സ്കോറിലേക്ക് അവർ പോയിരുന്നു. പക്ഷേ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ആ കളിയിൽ ഉണ്ടായി. ഇപ്പം എന്തായാലും വരും കളികളിൽ അവർ മികവിലേക്ക് എത്തുന്നു കരുതാം. ഇപ്പോൾ RR ഏതായാലും 5ാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നിൽക്കുന്നത്. 4ാം സ്ഥാനത്ത് PBKS. വാവ്, സ്ഥിരമായിട്ട് താൻ PBKസിന് 1ാമതിടുന്നു. എന്തടേ ഇതെനിക്ക് PBKസിനോടൊരു പ്രത്യേക മമത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ പലരും നമ്മുടെ ആദ്യകാല പവർ റാങ്കിൽ ഉണ്ടാക്കിയിരുന്നു. ആദ്യത്തെ 1-2 കളി അവർ തോൽക്കുമ്പോഴും നമ്മൾ ആ സ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ മാറ്റാതിരിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ
പോയത് നിങ്ങൾക്കറിയാലോ. തുടരൻ പരാജയം. എന്താണ് ഇപ്പോൾ PBKസിന് പറ്റിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കറക്റ്റ് സമയത്ത് മോശം ഫോമിലേക്ക് അവർ മാറി എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കെന്തായാലും PBKസിൻ്റെ കാര്യത്തിലുള്ളത്. ഇതിനി വീണ്ടും ട്രാക്കിലാക്കാൻ അത്ര എളുപ്പമായേക്കില്ല. ഒരുപക്ഷേ ഇനിയും അവർ കാലിടറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ SRH ഒക്കെ വളരെ കൂളായിട്ട് അവരെ 33 റൺസിനാണ് കഴിഞ്ഞ കളിയിൽ പരാജയപ്പെടുത്തിയത്. വെടിക്കെട്ട് പ്രകടനം അവിടെ SRHൻ്റെ ബാറ്റർമാരിൽ നിന്ന് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും അടിച്ചു. അഭിഷേക് ശർമ്മയാവട്ടെ, ട്രാവിസ് ഹെഡ് ആവട്ടെ, ഇഷാൻ കിഷൻ ആവട്ടെ, ഹെൻറിക് ക്ലാസനാവട്ടെ, നിതീഷ് കുമാർ റെഡ്ഡി ആവട്ടെ, എല്ലാവരും ഇറങ്ങിയവരൊക്കെ അടിച്ചു പറത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളവിടെ കണ്ടത്. മറുപടി ബാറ്റിങ്ങിലാവട്ടെ ആര്യയും പ്രഭ്സിമ്രാൻ സിംഗും വീണതോടുകൂടി കളി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ കൂപ്പർ കന്നലിയുടെ ഒരു സെഞ്ചുറി ഉണ്ടായതുകൊണ്ട് അവർ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ടോട്ടലിലേക്ക് എത്തി എന്ന് മാത്രമേ ഉള്ളൂ. സോ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ ടച്ച് തിരികെ പിടിക്കേണ്ടതുണ്ട്. അത് ശ്രേയസ് അയ്യർക്ക് അടക്കം തിരികെ പിടിക്കേണ്ടതുണ്ട്. അത് സംഭവിച്ചില്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതങ്ങനെയാണ്. ഇതൊരു മൊമെൻറ്റമാണ്. പോസിറ്റീവ് മൊമെൻറ്റം അവർ കീപ്പ് ചെയ്ത് പോയിരുന്നു. ഇപ്പോൾ ഇതാ നെഗറ്റീവ് മൊമെൻറ്റത്തിലേക്ക് അവർ വീടിരിക്കുകയാണ്. തിരികെ വരും എന്ന് തന്നെ കരുതാം. 4ാമത് PBKs വരുമ്പോൾ 3ാമതാണ് SRH. നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാമത് പോയിൻ്റ് പട്ടികയിലുള്ള ടീം പവർ റാങ്കിങ്ങിൽ 3ാമത് വരുന്നത് എങ്ങനെയെന്നും ചോദിക്കേണ്ട. അതിൻ്റെ കാരണങ്ങൾ വളരെ കൃത്യമാണ്. ഇപ്പോൾ 11 കളി, ഒരു കളി അധികം കളിച്ചിട്ടാണ് ഈ 1ാമത് എന്ന് പറയുന്ന സ്ഥാനം വരുന്നത് എന്നും മാത്രമല്ല ഇപ്പം അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്കാ പെർഫെക്റ്റ് അല്ല എന്ന് മാത്രം. ഇപ്പോൾ കഴിഞ്ഞ കളി 33 റൺസിന് തകർപ്പൻ ജയം അവർ ജയിച്ചല്ലോ PBKസിനെതിരെ. നമ്മൾ ഓൾറെഡി ആ കളി പറഞ്ഞു. അതേസമയം അതിന് മുമ്പത്തെ കളിയിൽ KKRനോട് 7 വിക്കറ്റിന് അവർ നന്നായിട്ട് തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. സോ അവസാനത്തെ കുറച്ച് കളികളിൽ 3 കളികളിൽ 2 തോറ്റു. അതിനു മുമ്പ് പക്ഷേ അവർ തുടരെ 5 വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും നമ്മൾ കാണാതെ പോകുന്നില്ല. എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. കരുത്തുറ്റ ടീമാണ് SRH. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കളികളിലെ കാലിടറിലൊക്കെ പരിഗണിക്കുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് അവർ വരുന്നു. 2ാമതാണ് GT. രണ്ടാമതോ? GT പവർ റാങ്കിങ്ങിൽ കഴിഞ്ഞ തവണ 3ാമതായിരുന്നു. ഇപ്പോൾ അവർ പോയിൻ്റ് പട്ടികയിൽ 5ാമതാണ്. പക്ഷേ 12 പോയിൻ്റ് ഉണ്ട് താനും. കഴിഞ്ഞ തവണ പവർ റാങ്കിങ്ങിൽ 3ാമതാണ്. ഇപ്പോൾ ഒരു പോയിൻ്റ് കൂടി നമുക്ക്, ഒരു സ്ഥാനം കൂടി നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം 1ാമതുള്ള PBKസിനെ അവർ കൃത്യമായിട്ട് പരാജയപ്പെടുത്തി. അതിന് മുമ്പത്തെ കളിയിൽ RCBയെ പരാജയപ്പെടുത്തി. അതിന് മുമ്പത്തെ കളിയിൽ CSK പരാജയപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 3 കളികൾ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ള ടീമുകളെ അവർ പരാജയപ്പെടുത്തിക്കൊണ്ട് കുതിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിൽ വലിയ പ്രതീക്ഷ ആരാധകർക്ക് വെക്കാം. അവർ ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. സായി സുദർശൻ്റെ അർദ്ധ സെഞ്ചുറി കഴിഞ്ഞ കളിയിലുണ്ടായിരുന്നു. വാഷിങ്ടൺ സുന്ദറിൻ്റെ ആ ഒരു പ്രകടനം, ആ ഒരു ഫിനിഷിങ്, അത് നമ്മൾ എടുത്ത് പറയേണ്ടത്. ജെയ്സൺ ഹോൾട്ടറുടെ വരവ് ടീമിന് ഒരു ബാലൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും GTയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നത്തെ കളി വളരെ ക്രൂഷ്യലാണ്. RRനെ ഇന്ന് അവർക്ക് തോൽപ്പിക്കാൻ പറ്റിയാൽ ടോപ്പ് 4ലേക്ക് അവർക്ക് കടക്കാൻ പറ്റും. സോ GT ഈസ് അറ്റ് നമ്പർ 2 ഇൻ അവർ പവർ റാങ്കിങ്. RCB ഈസ് അറ്റ് നമ്പർ 1. 1-ാം സ്ഥാനത്ത് RCB. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് RCB ആയിരുന്നു. RCBയെ സംബന്ധിച്ചിടത്തോളം മികച്ച ടീമുണ്ട്. മികച്ച രൂപത്തിൽ ടീം ക്ലിക്കായി പോകുന്നുണ്ട്. ശരിയാണ്, കഴിഞ്ഞ കളി അവർ തോറ്റു LSGയോട് തോറ്റു. അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, അത് മഴ പെയ്ത് ഉണ്ടായിട്ടുള്ള ഒരു കളിയാണ്. അതിൻ്റെ ടാർഗറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഏതായാലും 9 റൺസിനൊടുവിൽ ജയിച്ചു LSG എന്ന് പറയുമ്പോൾ പോലും RCBയുടെ ബാറ്റിങ്ങിൽ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില പോസിറ്റീവുകൾ അതുപോലെ തന്നെ തുടരുന്നു. പട്ടിദാറിൻ്റെ പൊളിച്ചെടുക്കൽ, ദേവദത്ത് പടിക്കലിൻ്റെ മോശമല്ലാത്ത പ്രകടനം, ടിം ഡേവിഡിൻ്റെ വെടിക്കെട്ട് പ്രകടനം, ഇതൊക്കെ അവർക്ക് പോസിറ്റീവാണ്. ബട്ട് ഫിൽ സാൾട്ടിൻ്റെ പരിക്കുണ്ടല്ലോ, ആ ഇഞ്ചുറി അത് അവർക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ടുണ്ട്. ജേക്കബ് ബത്തൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭക്കൊത്തവണ്ണമുള്ളൊരു പ്രകടനം ഈ സീസണിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നുകിൽ ജേക്കബ് ബത്തൽ ആ ടച്ച് വീണ്ടെടുക്കുക, അല്ലെങ്കിൽ ഫിൽ സാൾട്ട് മടങ്ങി വരിക, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ അവർക്കൊരു പ്രശ്നം ബാക്കിയുണ്ട്. എന്നാൽ പോലും മൊത്തത്തിൽ ടീം മികവിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് RCB. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറയാം. 1 RCB, 2 GT, 3 SRH, 4 PBKs, 5 രാജസ്ഥാൻ റോയൽസ്, 6 CSK, 7 KKR, 8 DC, 9 LSG, 10 MI. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്ഷൻ എത്താം.